സത്യം പറഞ്ഞു, ഇന്ത്യയില് നിന്റെ ഓരോ നൂലിയെടുത്ത് ഞാൻ ശ്രുതിപ്പറ്റി ഉണ്ടാക്കി. എന്റെ പൊന്നേമാനന്മാരെ, ഞാൻ പാവപ്പെട്ടവനാണ്, ആരോരുമില്ലാത്തവനാണ്. എന്റെ ജീവിതത്തിൽ ഒരു കാശ് പോലും ഞാൻ മോട്ടിച്ചിട്ടില്ല. എന്റെ ഗുരുവായൂരപ്പാ, ഇതെന്തൊരു അന്യായം! മത്തായി, സാധുക്കളെ ഇങ്ങനെ ഹിംസിക്കരുത്. തനിക്ക് നരകത്തിൽ പോലെ സാധനം ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ അവിടെ അടങ്ങിയിരുന്നാട്ടെ. 5 മിനിറ്റ് നേരം ഇവനെ എന്റെ കയ്യിലോട്ട് തരാമോ? ഇവന്റെ അപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചോളാം. എന്നാ സൗകര്യമായിട്ട് അങ്ങനെ കൊണ്ടുപോകുള്ളൂ. എനിക്കിതൊന്നും കാണണ്ട. നീ ചുരുങ്ങിട്ടോ നിന്നെ ഞാൻ ഇടിക്കും. ഈ ലോകത്തിന് ഒരു മേൽക്കതി ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും കൊള്ള, കൊല, കൊലപാതകം, കഴുത്ത് വെട്ടല്. എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് സൗകര്യമായിട്ട് ഒരു അവതാരം കൂടെ ഒന്ന് എടുത്തുകൂടെ? സത്യം പറയണം. രൂപ എവിടാ? സുൽത്താൻ ബഹദൂറിന്റെ പെട്ടി എവിടാ? സത്യം പറ, 5 ലക്ഷം എവിടെ? അങ്ങനെ അടിവാടി അങ്ങനെ അവന്റെ ശ്രുതി പോയി. എന്താണ് താനീ പറയണേ? ഒന്നും നോക്കിയാട്ടെ. എന്റെ ഗുരുവായൂരപ്പ, മരിച്ചോ? അങ്ങനെ അറിയാതെ നാവിക്കൊരു ചവിട്ടി അവരുടെ ശ്രുതിയും പോയി. മത്തായി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്കിത് പങ്കില്ല. അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ രണ്ടുപേരും ചെയ്യില്ലാവും. ഒരു കാര്യം ചെയ്യാം, ഈ ശവം നമുക്ക് 2 പേർക്കും കൂടെ കെട്ടിത്തൂക്കാം. എന്നിട്ട് രാവിലെ വയറ്റുവേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇയാൾ കെട്ടിത്തൂങ്ങി ചത്തതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിയേക്കാം. മഹാഭാവി, എന്നെ കൂടെ തൂക്കച്ചാട കേട്ടണോ? അറം വരുന്ന വാക്കൊന്നും പറയാതിരുന്നാട്ട്. അങ്ങനെ അവര് കാര്യം ചെയ്യാം, ഇയാൾ എടുത്ത് സെക്രട്ടറിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാൻ അവര് സമ്മതിച്ചില്ല. എങ്ങനെ മത്തായി? ആര് പറഞ്ഞു? സെക്രട്ടറി മഹേശ്വരിയമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. അവര് വേണം നമ്മളെ രക്ഷിക്കാൻ. വന്നാട്ടങ്ങനെ ആരും അറിയാതെ ഈ ശവം നമുക്ക് അങ്ങോട്ട് എടുത്തോണ്ട് പോകാം. എന്റെ ഗുരുവായൂരപ്പ, പിടിച്ചാട്ടങ്ങനെ. എന്റെ കർത്താവേ, എന്താണിത്? സൗകര്യമായിട്ട കഥാവും കൂടെ അറിഞ്ഞു. എല്ലാം ഗുരുവായൂരപ്പന്റെ ശിക്ഷയാണ്. സത്യം പറയണോ കൊലപാതകി? മഹേശ്വരിയമ്മേ, ഇനി നമുക്കെല്ലാം സൗകര്യമായി സെൻട്രലിൽ തന്നെ താമസിക്കാം. അയ്യോ, എന്ത് പറ്റി? കാര്യം പറയും. സത്യം തെളിയിക്കാൻ വേണ്ടി കർത്താവിനെ മുൻനിർത്തി ഞാൻ 2 ഇടിയിടിച്ചു. ദൈവസാക്ഷിയായിട്ട് ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ക്ലോസായി പോകും. മഹാഭാവി, ഡോക്ടറെ കൊണ്ടുപോയി. അയ്യോ, ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല, നിങ്ങൾ തന്നെ ആയിക്കോളും. ഒരു പാവത്തിന് തല്ലിക്കൊന്നതിന് ഞാൻ പ്രതിയാവണം. കൊണ്ടു പറഞ്ഞിട്ടാണ് ഞാൻ ഇടിച്ചത്. കള്ളം പറഞ്ഞാൽ തന്നെ ഒന്നും വെറുതെ വിടിയില്ല. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനിയിപ്പോ സൗകര്യമായിട്ട് ഈ പ്രേതം അങ്ങോട്ട് മറവ് ചെയ്യാം. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോളൂ. എനിക്ക് ഈ കടുങ്കൈക്ക് കൂട്ടു നിൽക്കാൻ വയ്യ. എന്റെ ഗുരുവായൂരപ്പ, ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും മാഷക്ക് ജീവൻ കൊടുക്കണേ. ഒരു പ്രാവശ്യത്തേക്കെങ്കിലും വെള്ളം കുടിക്കണം. ഞാനിപ്പോ എവിടെയാണ്? പേടിക്കുന്നത് എന്റെ വീട്ടിലാണ്. ഞാൻ മോഷ്ടിച്ച് തെളിയിക്കാനാണോ ഇവർ വന്നിരിക്കുന്നത്? അയ്യോ, ദൈവത്താണല്ല മാഷെ. പഷ്ണി ഇടന്ന് ചത്താലും മാഷ് മോഷ്ടിക്കൂല, അത് ഞങ്ങൾക്കറിയാം മാഷെ. മാഷെ, റൂമിലോട്ട് പോകാം. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊടുത്തിട്ട് പോണം മാസ്റ്റർ. അടി കൊണ്ടതിലൊന്നും എനിക്ക് പരാതിയില്ല. ഞാൻ നിരപരാധിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. മാസ്റ്റർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പഴയ പോലെ പഞ്ചവടി തന്നെ ജോലി നോക്കാം. വന്നാട്ടെ സാറേ, കർത്താവിനെ വിചാരിച്ച് നടന്നു നോക്കി അങ്ങ് മറന്നേച്ചാ. എന്റെ ഗുരുവായൂരപ്പ, ഒരു പുനർജന്മം കണ്ടു. പതുക്കെ നടന്നാട്ടെ സഹോദരൻ, പതുക്കെ നടന്നാട്ടെ. ഈ കസേരയിലേക്കും കൂടി ഇരിക്കാം. അപ്പോഴേ മത്തായി, നമ്മുടെ ആ വൈദ്യശാലയിൽ പോയിട്ട് 1 6 ഔൺസ് ദേശമൂലാരിഷ്ടവും 1 തവി
പിന്നെ ധാന്യന്തരം കുഴമ്പും കൂടെ മേടിച്ച് ഭാഗവതർക്കൊന്ന് കൊടുക്കണം. ഭാഗവതരുടെ സർവ്വ വേദനയും സൗകര്യമായിട്ട് പൊക്കോളൂ കേട്ടോ. അങ്ങനെ അത് വേണ്ട അങ്ങനെ ഒരു 500 മില്ലി പട്ടച്ചാരായത്തിനകത്ത് 2 പച്ചമുട്ട അടിച്ചങ്ങ് കൊടുത്താല് ഭാഗവതരുടെ ശരീരത്തിന്റെ വേദന അങ്ങ് മാറും. ഭാഗവതരുടെ പഴയ ശ്രുതിയും വീണ്ടും കിട്ടും. കയ്യ് അകത്തിട്ട വകയിൽ അസ്ഥാനത്തെങ്ങാനും കൊണ്ട് കാണും. മത്തായി എന്നാലേ ഒരു ലേശം ചെന്നിയായം കൂടെ അതിനകത്ത് ചേർത്തേക്കണം. ആട്ടെ കേട്ടോ. ആട്ടെ. ഭാഗവതരെ ഭയപ്പെടാനൊന്നുമില്ല. ഇതുപോലെ ഗുരുവായൂരപ്പന്റെ കളികള് ധാരാളം സൗകര്യമായിട്ട് കണ്ടവരാ ഞങ്ങള് കേട്ടോ. അങ്ങനെ സൗകര്യമായിട്ട് പോയാട്ടോ. ക്ഷമിക്കണം സാർ, സാറിന്റെ സീനിയർ CID ഓഫീസർ, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് നിസാരപ്പെട്ട ഒരു പോലീസ് കോൺസ്റ്റബിൾ മത്തായി. സാറിനോടുള്ള പെരുമാറ്റം പക്ഷേ കടന്നുപോയി എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. മത്തായി, ഏതായാലും ആ പോലീസ് സ്റ്റേഷനിലുള്ള മരണനാടകം നന്നായിരുന്നു. ഞാൻ എന്റെ സ്വന്തം മേത്തിട്ട് അങ്ങ് അടിയോടടി. ഇത് കേട്ട് നമ്മുടെ ചേച്ചി അടിയോടി അങ്ങ് ഭയന്നു. ഏതായാലും മത്തായിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. അയ്യോ, ഞാൻ സാറിന്റെ വെറും ഒരു ശിഷ്യൻ, കുഞ്ഞാണ്. മത്തായി, ഇനി നമുക്ക് ആ സുൽത്താനെ ഫോളോ ചെയ്യണം. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. ഉത്തരം സാർ, അന്ന് ആ പണവും തട്ടിക്കൊണ്ടുപോയ മുഖർജി ഇപ്പൊ എവിടെ കാണും? അന്ന് ഞാൻ മരത്തിലിരുന്ന് സൂത്രത്തിൽ എടുത്തെന്ന് അവന്റെ ഫോട്ടോ തന്റെ കൈവശം ഇരിപ്പില്ലേ? ഉത്തരവ്, ആ ഫോട്ടോ എന്റെ കൈവശമുണ്ട്. അതേ ഉള്ളു നമുക്കൊരു തെളിവ്. അയാളിപ്പോ എവിടെ കാണും? എന്റെ അഭിപ്രായത്തിൽ അവൻ ലങ്കയിലായിരിക്കും. ഇതാണ് സുൽത്താന്റെ മുറിയിൽ നിന്നും തട്ടിയെടുത്ത ബോക്സ്. ഇതിനകത്തെന്താണെന്ന് നോക്കാം. സാറേ, സാറേ, പേടിക്കില്ല, എനിക്കൊന്നും പറ്റിയില്ല. പെട്ടി അവൻ കൊണ്ടുപോയത്. എന്റെ സകല രഹസ്യങ്ങളും ആ പെട്ടിയിലാണ്. സുൽത്താൻ ബഹദൂർ അശേഷം ചഞ്ചലഹൃദയനാവണ്ട. അത് ഭർഗിച്ചുകൊണ്ടുപോയ യമനസ്കരന്മാരെ എന്റെ കിങ്കരന്മാർ ഇവിടെ ബന്ധിച്ചു കൊണ്ടുവന്ന് വെക്കും. ലക്ഷക്കണക്കിന് പണം കിട്ടേണ്ടതാണ് ആ മാപ്പ്. അതെല്ലാം പോലീസിന് പിടികിട്ടിയാൽ നമ്മളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒന്നും ചെയ്യില്ല. അത് കിട്ടുന്നത് വരെ സുൽത്താൻ ബഹദൂർ ഇവിടെ ഭദ്രമായിട്ട് താമസിച്ചോളൂ. ബഹദൂറിന്റെ പെട്ടി ഇതാ. എല്ലാം ഉണ്ടെന്ന് നോക്കൂ. മാപ്പ് എവിടെ? ഇതാണ് മാപ്പ്. ആസാമിൽ നിന്നും കാണാതായത്. നമ്മുടെ രാജ്യരക്ഷയുടെ പല രഹസ്യങ്ങളും ഇതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള വിവരങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് വിറ്റ് കാശാക്കുകയാണ് ഇവന്മാരുടെ തൊഴിൽ. ഈ മാപ്പുമായി ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ച ഗോവിന്ദ സിംഗ് എന്ന ഒരുവനെ കാശ്മീരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ തന്ത്രപരമായി ഇവൻ രക്ഷപ്പെട്ടു കളഞ്ഞു.
ഈ കള്ളനോട്ടുമായി വന്ന മുഖർജിയും കാശ്മീരിൽ നിന്ന് പോലീസുകാരിൽ നിന്നും രക്ഷപ്പെട്ടവനല്ലേ? അതെ, ഇവർ രണ്ടുപേരും ലങ്കയ്ക്ക് വന്നിരിക്കുകയാണ്. ഈ ഗോവിന്ദ സിംഗ് എന്ന് പറയുന്നവനാണ് സുൽത്താൻ ബഹദൂർ. ഗോവിന്ദ സുൽത്താനെ, ഈ ഭയങ്കരന്മാർ ഇവിടുന്ന് കടന്നു കളഞ്ഞല്ലോ സാറേ. എങ്ങും പോയിട്ടില്ല. ഇവന്മാരെല്ലാം ലങ്കയിൽ തന്നെ കാണും. മത്തായി, നോക്കൂ, ഈ കാണുന്ന കണക്കുകളുണ്ടല്ലോ, ഇതെല്ലാം ഇന്ത്യയുടെ എല്ലാ രാജ്യങ്ങളിലും ഇവന്മാർ കൊടുത്തിരിക്കുന്ന കള്ളപ്പണത്തിന്റെ കണക്കാണ്. ഇത് കണ്ടോ, ഈ അടയാളങ്ങൾ, ഇതെല്ലാം ഇവന്മാരുടെ സങ്കേത സ്ഥലങ്ങളാണ്. പക്ഷെ കോഡ് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാറേ, ഈ മാപ്പ് വെച്ച് നമുക്ക് അവന്മാരെല്ലാം തപ്പാമല്ലോ. മത്തായി, ഉത്തരവ്. സുൽത്താൻ ബഹദൂറും മുഖർജിയും ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് മുമ്പ് അവരെ പിടിക്കാൻ സാധിച്ചാൽ നമ്മൾ ജയിച്ചു.